നമസ്കാരം. PB രതീഷാണ്. ഓ ഓ പറയണം. ഇവിടെ വന്ന് താനെന്തോ അനാവശ്യം പറഞ്ഞു എന്നെ പറ്റി. ആര് പറഞ്ഞു? ഏക്കനാട് വന്ന്. കിഴക്കനാട് വന്നിട്ട് എന്തോ അനാവശ്യം എന്നെ പറ്റി പറഞ്ഞെന്ന് ഞാൻ ഇങ്ങനെ കേട്ടു. നിങ്ങളെ കുറിച്ച് ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞില്ല. നിങ്ങളെ കുറിച്ച് എനിക്ക് അനാവശ്യം പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളോട് വേറെ ബന്ധമൊന്നുമില്ലല്ലോ. അല്ല, അതും താൻ തന്നെ പണി ചെയ്താ പോരെ. ഈ നാട്ടിൽ പറഞ്ഞ ആവശ്യമില്ലാത്ത വർത്താനം പണി ചെയ്തതിനാ. ഞാനെന്താ ആവശ്യമില്ലാത്ത പറഞ്ഞാ നിങ്ങളെന്താ അറിഞ്ഞത്? വിളവെടുക്കണ്ട കേട്ടോ. നിങ്ങൾ വിളവെടുക്കണ്ട. നിങ്ങളെന്താ എന്നെ വിളിച്ച് രാത്രി, നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി എന്നെ വിളിച്ച് ചീത്ത വിളിക്കാണല്ലോ. നിങ്ങൾ മുമ്പ് എന്നെ വിളിച്ച് മോശമായിട്ടല്ല പറഞ്ഞത്. ഞാൻ FIR എടുത്ത് കാണിച്ചു തരാം. ഞാൻ FIR എടുക്കാം. എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? നിങ്ങൾ LC സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. നിങ്ങൾ എന്തറിയാം നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങളെ കുറിച്ച് ആരടുത്താ പറഞ്ഞത്? നിങ്ങൾ എന്തറിയാം എന്നെ വിളിച്ചത് ഭീഷണിപ്പെടുന്ന രാത്രി? നിങ്ങൾ ആരടുത്താ സംസാരിക്കുന്നത്? നിങ്ങൾ LC സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ നിങ്ങളെ കുറിച്ച് ആർക്കും പറഞ്ഞിട്ടില്ല. ഞാൻ അവിടുന്ന് വണ്ടി പിടിച്ചതുള്ളതാ. അത് എന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ്. നിങ്ങളടുത്ത് പറയുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, രതീഷിനൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് മാത്രമേ ഞാൻ പറഞ്ഞില്ല. നിങ്ങളെ കുറിച്ച് അനാവശ്യം പറയേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ എന്റെ ആരുമല്ല, എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പോലീസുകാരാണ് സുഹൃത്തെ എന്നോട് പറഞ്ഞത്. ഏത് പോലീസുകാർ പറഞ്ഞു? ഒരു പോലീസുകാരും പറയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. നിങ്ങളുടെ സ്റ്റേഷനിലെ പോലീസുകാരാണ് എന്നോട്. അതിനെ കുറിച്ച് എനിക്കറിയില്ല. രതീഷ് പറഞ്ഞിട്ടാണ് ചെയ്യുന്നു. അതിലെ ഡ്രൈവറാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് രതീഷ് അറിയില്ല. നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നു എന്നാണ് രതീഷ്. അത് എന്റെ കൺസേൺ അല്ല. നിങ്ങളെല്ലാം ആര് പറഞ്ഞാലും എന്റെ കൺസേൺ അല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ സ്ഥിരമായിട്ട് സുഹൃത്ത്, നിങ്ങൾ സ്ഥിരമായിട്ട് എന്നെ വിളിച്ച് രാത്രി നിങ്ങൾ ഈ മോശമായി സംസാരിക്കുന്നത് ഇപ്പൊ പല പ്രാവശ്യം തുറന്നു വരികയാണ്. ഞാൻ ഇന്നെന്തായാലും നിങ്ങൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ എന്തായാലും കേസ് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളാണ് മോശമായി. ഞാൻ നിങ്ങളത് ഒരിക്കലും മോശമായി പറഞ്ഞിട്ടില്ല. നിങ്ങളാണ് താനും അത് ഇതൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾ LC സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചിരുന്നാൽ മതി. നിങ്ങൾ ഇങ്ങോട്ട് ഇറക്കണ്ട. നിങ്ങളുടെ കൈ വെച്ചിരുന്നാൽ ഞാൻ നിങ്ങളെ പോലെ ഒരുപാട് LC സെക്രട്ടറി കണ്ടിട്ടുണ്ട്. നിങ്ങൾ മാന്യമായി ആദ്യം സംസാരിക്കാൻ പഠിക്കും. നിങ്ങൾ ആദ്യം മാന്യമായി, നിങ്ങൾ ഏത് LC സെക്രട്ടറിയിലും നിങ്ങൾ ആദ്യം മാന്യമായി സംസാരിക്കാൻ പഠിക്കും സുഹൃത്തെ കേട്ടോ. നിങ്ങൾ മാന്യമായി, ഞാൻ മാന്യമായി തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങളെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ ഈ രാത്രി വിളിച്ചിട്ട് നിങ്ങൾ എന്നെ ഇതൊക്കെ പറയുന്നത്? ഞാൻ നിങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല സുഹൃത്തെ. എനിക്ക് നിങ്ങളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എന്റെ കൺസേൺ അല്ല, നിങ്ങൾ എന്റെ ആരുമല്ല. നിങ്ങൾ LC സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചിരുന്നാൽ മതി. അത് നിങ്ങളുടെ സഹപ്രവർത്തകരോട് ഞാൻ ആരടുത്തും പറഞ്ഞില്ല. മനസ്സിലായില്ലേ? സഹപ്രവർത്തകരെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ഒരാളോടും പറഞ്ഞില്ല. നിങ്ങളുടെ സഹപ്രവർത്തകർ കണ്ടോണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് ആ വണ്ടിയുടെ ഡ്രൈവർ പറഞ്ഞത്. നിങ്ങൾ നടത്തുന്ന ആൾ പറഞ്ഞത് കല്ല് വെട്ടുന്നതിനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അത് എന്റെ കണക്കല്ല. മറ്റേ നിങ്ങൾ മിസ്റ്റർ, നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഒന്ന് അന്വേഷിച്ച് നോക്കാം. ആയിക്കോട്ടെ, നിങ്ങളെ എവിടെ താമസിക്കും എനിക്കെന്താ? നിങ്ങൾ ആരായിരുന്നു? എനിക്കെന്താ സുഹൃത്തെ? നിങ്ങൾ ആദ്യം മാന്യമായി സംസാരിക്കും. നിങ്ങൾ നിങ്ങളിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചിട്ട് താനെന്നും മോശമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ ആദ്യം മാന്യമായി സംസാരിക്കാൻ പഠിക്കുക. എനിക്ക് നിങ്ങളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ഡ്രൈവറാണ് പറഞ്ഞത് രതീഷ് ഇത് ഞാൻ ചോദിച്ചത് ആര് പറയണ്ടാ ചെയ്തത്? അത് രതീഷ് പറയേണ്ടി ചെയ്യുന്നതാണ് പറയുന്നത്. രതീഷ് പറയുന്നതാണ് ഈ കല്ല് വെട്ടുന്നത്, അനധികൃതമായ മണ്ണ് വെട്ടുന്നത് നിങ്ങൾ പറയേണ്ടതാണ് ചെയ്യുന്നതാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? നിങ്ങൾ ആദ്യം നിങ്ങളെ മാന്യമായി സംസാരിക്കാൻ പറ്റി ഉദ്യോഗസ്ഥരോട്. ഞാൻ ആരാന്ന് എന്താന്ന് നിങ്ങൾ ഈ നാട്ടിലൊന്ന് അന്വേഷിച്ച് നോക്ക്. നിങ്ങൾ എനിക്ക് നിങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല സുഹൃത്തെ. ഈ നാട്ടിൽ ഒരുപാട് 1,00,000 മേലെ ആൾക്കാരുണ്ട്. ഇവിടെ ജനസംഖ്യ ഉള്ളതാണ്. എനിക്ക് നിങ്ങളെ കുറിച്ച് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആരായാലും എന്റെ കൺസേൺ അല്ല. നിങ്ങൾ ആരെയാണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾ ആരായാലും എന്റെ കൺസേൺ അല്ല. യു ആർ നോട്ട് മൈ കൺസേൺ. എന്റെ സ്വഭാവം എന്താന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ എന്നെ എന്ത് കൊല്ലൂ? നിങ്ങളെന്ന് കൊല്ലുന്നു, എന്നെ കൊന്നു നോക്കി. നിങ്ങൾ എന്നെ അടിക്കൂ, നിങ്ങളൊന്ന് അടിച്ചു നോക്കി. നിങ്ങൾ ആരാ അത്? നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്ന നിങ്ങളാരാ? ഞാനിപ്പോ FIR എടുക്കുന്നുണ്ട്. എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഞാൻ FIR എടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യാൻ നോക്കി. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു സ്വഭാവക്കാരനാണോ ഞാൻ വന്ന് അന്വേഷിച്ചു? നിങ്ങൾ ആരായിരുന്നു? എനിക്കെന്താ സുഹൃത്തെ? ഞാൻ നിങ്ങളെ ഡ്രൈവർ, എല്ലാ പോലീസുകാരും കേൾക്കുക വേണം. ഡ്രൈവർ നിങ്ങളാണ്. നിങ്ങൾ പറയുന്നതാണ് അവിടെ കല്ല് വെട്ടുന്നത്, അനധികൃതമായ മണ്ണെടുക്കുന്നത് നിങ്ങൾ പറയുന്നതാണെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് രതീഷിനെ അറിയില്ല. രതീഷിനോട് പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല. അത് എന്റെ കൺസേൺ അല്ലാന്ന് പറഞ്ഞു. നിങ്ങൾ വളരെ മോശമായി ആളുകളെ പറ്റി ആളുകളോട് ഞാൻ ആരോടും പറഞ്ഞില്ല. എനിക്ക് നിങ്ങളെ കുറിച്ച് മോശമായിട്ട് പറയേണ്ട കാര്യമില്ല. നിങ്ങളാണ് മുമ്പും എന്നെ വിളിച്ച് മോശമായി സംസാരിച്ചതെന്നും വളരെ മോശമായി മാത്രം വിളിച്ച് നിങ്ങൾ എന്നോട് സംസാരിച്ചത്. നിങ്ങൾക്കത് ഓർമ്മയില്ലായിരിക്കും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് വാചകം ഉപയോഗിച്ചെന്നും നിങ്ങൾ ഏത് രീതിയിലാണ് മോശമായി സംസാരിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കി നിങ്ങൾ എങ്ങനെയാണ് കൈയോടെ സംസാരിച്ചത് നിങ്ങൾ നോക്കി നോക്ക്. സ്ഥലകാലബോധം ഇല്ലാതെ എനിക്ക് നല്ല ബോധത്തോടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബോധമുണ്ടോ? നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്താൽ മതി.
മനസ്സിലായില്ലേ? നിങ്ങൾ ആദ്യം മാന്യമായി സംസാരിക്കാൻ പഠിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ രാവിലെ മാന്യനായ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് രാത്രി സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ചെയ്യാനുള്ള ജോലി ചെയ്യും. എന്നെ ഇവിടെ പോഷിക്കുന്നത് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ നോക്കാനാണ്. ഞാനത് ചെയ്തിരിക്കും. മണ്ണ് വണ്ടി കണ്ട ഞാൻ പിടിക്കും, ടിപ്പർ കണ്ട പിടിക്കും, അനധികൃതമായി കല്ലെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ ഹെൽത്ത് സെക്രട്ടറിന് ആര് പറഞ്ഞാലും എന്നെ ഇവിടെ മാറ്റാതിരിക്കുന്നോടത്തോളം ഞാൻ അത് പിടിച്ചിരിക്കും. നിങ്ങളുടെ ഭീഷണി ഒന്നും ഒരു കാര്യത്തും വില പോകും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. നിങ്ങളെ കൈ വെച്ചിരുന്നാൽ മതി ഇത്തരം കാര്യങ്ങളൊക്കെ. ഓക്കെ.